How important football for Moroccans? Very important. No, it's make us happy, and especially with these young generations, we have a lot of things to looking for in the future. ഇവിടേക്കുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ പുറത്തിറങ്ങിയ ആൾക്കാർക്ക് തിരിച്ചെത്താൻ വഴി അറിയില്ല. അത്രയും ഉള്ളിൽ കൂടെയുള്ള വഴികളാണ്. അപ്പോഴാണ് നമ്മൾ ശരിക്കും ചിലപ്പോൾ പറ്റിക്കപ്പെടാം. വഴി കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പൈസ വന്നൊക്കെ. ഗുഡ് മോർണിംഗ് ഫോർ ഡേ 3. അപ്പോൾ നമ്മുടെ അന്നത്തെ ഹോസ്റ്റലിന് സ്റ്റാർട്ട് ചെയ്യാണ്. നല്ല ലേറ്റ് ഏകദേശം 11 മണി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഉറങ്ങി എണീറ്റു. കാരണം നമുക്ക് ഫുൾ ഡേ ഉള്ളതുകൊണ്ടും പിന്നെ നമ്മളൊരു ടൂറ് ബുക്ക് ചെയ്യുന്നുണ്ട്. അത് ഏകദേശം ഉച്ചയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആക്കിയതാണ്. സോ നമ്മുടെ ഹോസ്റ്റ് മിസ്റ്റർ കരീം, മഗ്രാബ്. അപ്പോൾ ഞങ്ങൾ റിയാദ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ സെറ്റപ്പ് എന്ന് കാണിച്ചാൽ, ഇതാണ് ഇവരെ റിയാദ് എന്ന് പറഞ്ഞ സെറ്റപ്പ്. ഇങ്ങനെ നമ്മളെ ഒരു 4-8 ഇതുണ്ടാവും, അപ്പുറത്താണ് ആൾക്കാർ താമസിക്കുക. ഇതിങ്ങനെ മജ്ലിസ് മാതിരി താഴോട്ട് കാണാം. ഇതാണ് ഒരു ട്രഡീഷണൽ മൊറോക്കൻ സ്റ്റേ എന്ന് പറയുന്നത്. മേലോട്ട് ഓപ്പൺ ആണ്, സൺലൈറ്റ് ഇങ്ങനെ താഴോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ സംഭവം അത്ര വൃത്തി കൊണ്ട് നടക്കുന്നൊരു സ്ഥലമല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. പിന്നെ അന്നേരമൊക്കെ മഴ പെയ്തുകൊണ്ട് എല്ലാവരും ഡ്രസ്സൊക്കെ ഇവിടെ ഉണങ്ങാനിട്ടിരുന്നു, ടെറസിലിടാൻ പറ്റാത്തതുകൊണ്ട്. കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഇപ്പം പുറത്തേക്കൊക്കെ പോയി, കുറേ ആൾക്കാർ വേറെ സിറ്റിയിലേക്ക് പോയി. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ഭയങ്കര കോസി ബെഡ്സും കാര്യങ്ങളൊക്കെ, ഒരു പഴയ ഹെവി ട്രഡീഷണൽ സാധനം കേട്ടോ. ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചണുണ്ട്, സാധനങ്ങളൊക്കെ. ഇത് 2 ദിവസത്തേക്ക് 75 ദിർഹംസ് അങ്ങനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നോട്ട് വെരി കൈൻഡ് ഓഫ് ഹെവി ഗുഡ് സ്റ്റേ, ബട്ട് ഒരു ലോക്കൽ ട്രാവലേഴ്സായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. പുറത്തേക്ക് ഇറങ്ങട്ടെ, ബാക്കി വിശേഷങ്ങൾ പുറത്തിറങ്ങി കാണിച്ചാൽ. ഇന്നലെ നമ്മൾ ഹോസ്റ്റലിൽ ഇറങ്ങിയപ്പോൾ വൈകളൊന്നും കാണാൻ പറ്റിയ രാത്രിയാവുന്നത്. ഇത്ര ഇടിയ വൈകളിലൂടെയാണ് വരുന്നത്. സീരിയസ് സ്ഥലം മനസ്സിലാവില്ല. ഇവരല്ല വെറുതെ അല്ല അവിടെ പെട്ടെന്ന് അറിയുന്നത്. അതാണ് ഒരു സെൻറ്റർ ഓഫ് പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പോയാൽ നമ്മൾ ഹോസ്റ്റലിലേക്ക് താഴോട്ട് പോയാൽ വൈകളിലേക്ക് എത്താൻ ഇങ്ങോട്ട് പോയാൽ നമ്മളെ സൂക്കുമാണ്. ഫെസ്, ദ സ്പിരിച്വൽ സിറ്റി ഓഫ് മൊറോക്കോ. മൊറോക്കോയുടെ ആത്മീയത കേന്ദ്രം എന്നറിയപ്പെടുന്ന ഫെസിലേക്ക് സ്വാഗതം. മൊറോക്കോയുടെ മാത്രമല്ല കേട്ടോ, ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഏറെ പ്രാധാന്യമുണ്ട്. 9ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈ സിറ്റി ഇവിടെ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഒരു കാലത്ത് രാജവംശങ്ങളുടെയും തലസ്ഥാനമായിരുന്ന ഫെസ് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിലെയും സാംസ്കാരിക പാരമ്പര്യങ്ങളുടെയും കേന്ദ്രമായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന അൽഖർബീൻ സ്ഥിതി ചെയ്യുന്നത് ഈ ഫെസിലാണെന്ന് തന്നെ എത്രയും പ്രത്യേകതയാണ്. ഫെസിൻ്റെ ഹൃദയമെന്ന് പറയുന്നത് അതിൻ്റെ സൂക്കുകളാണ്. ഞാൻ ഈ നടന്നു നീങ്ങുമ്പോൾ നിങ്ങൾ കാണുന്നത് തന്നെ ഈ കുടുങ്ങിയ ഇടുവഴികളുടെ 2 വശങ്ങളിലും മുഴുവൻ ഷോപ്പുകളാണ്. ഈ ഒരു സൂക്ക് എന്ന് പറയുന്നത് കടൽ പോലെ വ്യാപിച്ചു കിടക്കുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാവിധ ഉൽപ്പന്നങ്ങളും കിട്ടുന്ന പഴമയുടെ പ്രൗഢിയോടുകൂടി എന്നാൽ ഇന്നും നിലകൊള്ളുന്ന ഒരു സൂക്കാണ് ഫെസിലെ സൂക്കുകൾ. ഫെസിലെ സൂക്കിൻ്റെ കഥ തുടരുന്നു, നമുക്കും കണ്ടു നീങ്ങാം. സൂക്കിലൂടെ എങ്ങോട്ടാണെന്ന് അറിയില്ല, അങ്ങനെ നടന്ന് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു റൂട്ട് ഇപ്പോൾ മനസ്സിലായി. ആ റൂട്ടിൽ അങ്ങനെ പോകണം, അല്ലെങ്കിൽ ബാബർ ഷേപ്പ് ഫോക്കസ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ ഓരോ ഡോറിനും ഓരോ പേരുണ്ട് കേട്ടോ. അടിപൊളി സാധനം കേട്ടോ. ഫുന്ദുഖ് സത്തായൻ എന്ന് പറയുന്ന ഇതാണ്. അമേരിക്ക ഒരുപാട് സോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കില്ല കേട്ടോ. അടുത്ത സ്ഥലത്ത് പോകുന്ന പേഴ്സ് കാര്യങ്ങൾ ലോക്കലി ഹാൻഡ് മെയ്ഡ് ഒരുപാട് സാധനങ്ങൾ കിട്ടുള്ള ടൂർ ഭയങ്കര എക്സൈറ്റഡ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ എക്സൈറ്റഡ് ടു നോ അബൌട്ട് ദ ഹിസ്റ്ററി, കൾച്ചർ. കൂടെ അങ്ങനെ നടന്നപ്പോൾ രാവിലത്തെ ഒരു 12 മണിയായി, ചായ ഒന്നും കുടിച്ചില്ല. അപ്പോൾ ചായയിൽ ഇപ്രാവശ്യം ഇവിടെ മധുരം ഇടാണ്ട് കേട്ടോ. അന്ന് മധുരത്തിൻ്റെ സ്ക്യൂബ് ഉണ്ട്, നമുക്ക് അതിൻ്റെ അകത്ത് ഇടാം. പിന്നെ ഇത് മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് ഞാനങ്ങനെ കണ്ടിരുന്നു, കഴിക്കാൻ പറ്റിയില്ല. ഇതും കൂടി ഇങ്ങനെ കഴിച്ചു നോക്കട്ടെ. നമ്മളെ മറ്റേ ചെരുപ്പിൻ്റെ കടകളാണ് കേട്ടോ മൊത്തം. നാളോട്ട് വാങ്ങിച്ചാൽ നല്ല രസത്തിലുള്ളതാണ്. ഫുള്ള് സാൻഡൽസാണ്. ഭയങ്കര ഹിസ്റ്ററി എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ കേട്ടോ. അടിപൊളി സൂക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര വൈകുന്നേരം ആകുമ്പോൾ ഇതിൻ്റെയൊക്കെ റഷ് ആലോചിച്ച് നോക്കി. ബ്യൂട്ടിഫുൾ തന്നെ. ഇങ്ങോട്ടൊക്കെ വഴികളുണ്ട് എല്ലാ സ്ഥലത്തേക്കും. ഏത് വഴിക്ക് പോയാലും ഇറങ്ങാം. അതാണ് ഇവിടുത്തെ ഏറ്റവും കൺഫ്യൂസിങ് ആണെന്ന് ഇവർ പറയാനുള്ള കാരണം. ഇത് കണ്ട് ഫുള്ള് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള, അതും മൗലായ ഇദ്രീസിലൊക്കെ നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളാണ്. മോസ്കറിനാണ് ഞാൻ ഇപ്പോൾ വരുന്നത്. നോക്കിയാൽ പോലും മനസ്സിലാവില്ല, അത്രയും ഹെവിയാണിത്. മൊറോക്കോ ഈസ് അമേസിങ് മാൻ, അമേസിങ്. ഞങ്ങൾ അറേബ്യൻ കൺട്രീസിൻ്റെ ഒരു വേറെ ലെവൽ സാധനം എന്ന് പറയാൻ പറ്റും. അതായത് നമ്മളെ മറ്റെന്താ പറയുക, സൂക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ പോലത്തെ സൂക്ക് അവിടെ ഉള്ളത് ഇഷ്ടം പോലെ പല ഇതിൽ. പിന്നെ ആളുകളെ തന്നെ കാണുമ്പോൾ നല്ല ഡിഫറെൻ്റ് അല്ല.
സൂക്ക് തന്നെ എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റ് വ്ളോഗ് കാണിക്കാനുണ്ടാന്ന് തോന്നുന്നു. അത്രയും അടിപൊളി സൂക്ക് കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒരു അറബിക് കൺട്രീസിൽ നമ്മൾ കാണുന്നത് തന്നെയാണ് ഖത്തർ, ഇവിടെയൊക്കെ പോയി നമ്മൾ കാണുന്നതാണ്. പക്ഷേ അതിനേക്കാളും ഒരു വേറെ കുറച്ചും കൂടി ഒരു മുന്നോട്ട് നിൽക്കുന്ന ഒരു സാധനം എന്ന് പറയാൻ പറ്റും കേട്ടോ. അത്ര അടിപൊളി. റെയിൻബോ സ്ട്രീറ്റ് ഈ ഫെസ് സൂക്കിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻസ്റ്റാഗ്രാമബിൾ സ്പോട്ട് എന്ന് പറയാൻ പറ്റും. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞാനെത്തിയപ്പോൾ ഇവിടെ വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഗൂഗിളിനകത്ത് റെയിൻബോ സ്ട്രീറ്റ് എന്ന് അടിച്ചാൽ തന്നെ അവർ സൂക്കിലൂടെ കറക്റ്റ് ഇവിടെ എത്താൻ പറ്റും. ഭയങ്കര രസമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 സൈഡിലും ഒരുപാട് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിൽ നമ്മൾ തൊടാനൊന്നും പാടില്ല. പക്ഷേ നമുക്ക് ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. 2 സൈഡിലും ഫുള്ള് കളർഫുള്ളായിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങൾ. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ നിന്ന് എൻജോയ് ചെയ്ത് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇതിലൂടെ നടന്ന് നീങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു കൈത്തറികളും അതുപോലെ തന്നെ തുണികൾ, ചെറിയ അലങ്കാര വസ്തുക്കളൊക്കെ വെക്കുന്ന ഷോപ്പുകളിലേക്ക് എത്താൻ പറ്റും. അതിൻ്റെ ഒരു ഇടയിൽ തന്നെയാണ് അവർ ഈ ഒരു ഗള്ളി ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് റെയിൻബോ സ്ട്രീറ്റാക്കി മാറ്റിയിരിക്കുകയാണ്. അർബുട്ടസ് എന്ന് പറഞ്ഞ സാധനം കണ്ടോ? അർബുട്ടസ് ഇതെന്തോ ഒരു റംബുട്ടാൻ പോലെ ഉണ്ടാകുന്ന ഒരു സാധനം കേട്ടോ. കണ്ടത് ഇതിനകത്തൊരു ഉള്ളിൽ ഒരു ക്രീമാണ് ഉണ്ടാവാം. വേറെ ിലൂടെ നടന്നു വന്ന് പുറത്തെത്തിട്ടോ. പിന്നെ നമ്മുടെ സ്നാനിസ്ബിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് തോന്നുന്നത്. ജർദിൻ നാനസ്ബിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം കാണിക്കുന്നുണ്ട്. ആക്ച്വലി അത് ഒരു ഗാർഡൻ ആയിരുന്നു, പക്ഷെ ഇന്ന് ക്ലോസ് ആണ്. അതായത് തിങ്കളാഴ്ച അത് ക്ലോസ് ആണ്, ബാക്കിയുള്ള ദിവസങ്ങളാണ് ഓപ്പൺ എന്നാണ് പറഞ്ഞത്. ഫ്രൈഡേ ആകുമ്പോൾ കുറച്ച് ലോക്കൽസ് ഉണ്ടാവും. വലിയൊരു ഗാർഡൻ ആണ്, ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ വരുന്ന സമയത്ത് അതൊന്ന് ട്രൈ ചെയ്യാം. ബട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, കാരണം അത് ക്ലോസ് ആണ്. ആക്ച്വലി ഇങ്ങനെയാണ് റിയാദ് ഉണ്ടാവുക. നമ്മുടെ ഹോസ്റ്റലിൽ കണ്ടതിനേക്കാളും അടിപൊളിയായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം ഇത് അടിപൊളിയാണ്. ഇതിപ്പോൾ ഒരു ഹോട്ടലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. അതിൽ രാത്രി ഇവിടെ ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടൂർ സ്റ്റാർട്ട് ചെയ്തു. ടൂറിൻ്റെ അകത്ത് നമ്മളിപ്പം 10-12 പേരുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഗുരുവാക്കെന്നാണ് ഇതിൻ്റെ പേര് ആപ്ലിക്കേഷനിൽ. ഇത് ഫ്രീ ആണ് ആക്ച്വലി, ഇതിന് അങ്ങനെ പൈസ കൊടുക്കേണ്ട. പക്ഷേ ലാസ്റ്റ് ടിപ്പ് കൊടുക്കണം, മിനിമം ഒരു 10-15 യൂറോ കൊടുക്കണമെന്നാണ് പറയുന്നത്. They can open it and close it with just using with the remote because it's used for accommodation. Dar is different. Dar, so as you get inside. നമ്മളിപ്പോൾ ഗുരുവാക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്നാണ് ഈ ഒരു ഗൈഡിനെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾ പല കൺട്രീസിലും പോയിട്ട് നമുക്ക് ഹിസ്റ്റോറിക്കൽ റിലേറ്റഡ് കൺട്രീസ്, ഈജിപ്ത് അങ്ങനെ സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ നമുക്കൊന്ന് മനസ്സിലാവില്ല മ്യൂസിയത്തിലൊന്നും കയറിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വെറുതെ ഫോട്ടോ ഒക്കെ എടുത്ത് വരുന്ന നേരം കൊണ്ട് ഇങ്ങനെ ഒരു ടൂർ ബുക്ക് ചെയ്ത് ഇവരെ കൂടെ ഒക്കെ ഒന്ന് നടന്നിട്ട് ജസ്റ്റ് ഹിസ്റ്ററി ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് യു വിൽ ഗെറ്റ് ദ നാവിഗേഷൻ ഓൾസോ. സോ ഈസിയാണ്. ഇവരുടെ നമ്മളെ ഐറ്റിനറിയും കാര്യങ്ങളും നമുക്ക് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്താൽ മതി. ബെസ്റ്റാണ്. ഏർലി മോർണിംഗ് ഓർ ആഫ്റ്റർനൂൺ ഒക്കെ ട്രിപ്സ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടീം. ഞങ്ങളത് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. Imagine allowing 100,000 people to use motorcycles. So this is our guide, Zakaria. Guys, nice to meet you. Come to visit Fes. Such a beautiful place with a lot of history, with a lot of culture. The spiritual city of Morocco. Yeah. Right? Yes, that's right. Sahara Desert, intense. No one of us used to know how to build cities. We believe that the founder of Fes city, Mawlid Idris, he came from the Middle East, and we believe also he came from the same lineage of the Prophet or from the same family of the Prophet. This is square, it means... There's exactly, yeah. സ്ട്രീറ്റിലൂടെ വെറുതെ നടന്നുകൊണ്ടിരുന്ന ഞാനൊക്കെ പഠിക്കാൻ തുടങ്ങി. ഭയങ്കര ചരിത്ര ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട് കേട്ടോ. അതായത് ഈ ഡോറിന് 2 ഓടാൻ പറ്റുന്നുണ്ടല്ല. ഒന്ന് അടുത്തുള്ള ആളുകൾ മുട്ടിന് അറിയാൻ, രണ്ടാമത്തത് പുറത്തുനിന്നുള്ള ആൾക്കാരാണെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ ഗള്ളിക്കും ഓരോ കഥ പറയാനുണ്ട്. Closer one by one and you can take one for each, okay guys? You can take it. Yeah, of course you can. Okay guys. Also 3 4 നല്ല കുക്കീസ് കേട്ടോ. So if you remember, I told you the first stop is going to be the അപ്പോൾ അതാ ഒരു ജസ്റ്റ് 20 ദിർഹംസിൻ്റെ ഒരു സാധനം എടുക്കണം. ഇതാണ് നജാരൻ മ്യൂസിയം എന്ന് പറഞ്ഞാൽ. നല്ല രസമുണ്ടോ കാണാൻ. പക്ഷെ ഇവൻ ഇത് വേണമെങ്കിൽ കയറിയാൽ മതി, ഓപ്ഷനിലാണ്. അടുത്ത സ്ഥലം കണ്ടാലും മതി എന്ന് പറയുന്നു. ബട്ട് ഇറ്റ് ഈസ് ഫൈൻ. Is this same like Riyadh? Sorry? This is same like Riyadh? No, this is like a caravanserai. This place used to be for trading. ഇത് നജാരൻ മദ്രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒരുപാട് റൂംസ് ഉണ്ട്. ഇവിടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്.
ഇത് പറഞ്ഞാൽ പണ്ടത്തെ കാരവാൻ കർസായാണ്. അതായത് പണ്ട് ആളുകൾ താഴെ ഇരുന്ന് കച്ചവടം ചെയ്യുന്നു, ദൂര സ്ഥലങ്ങളിലൊക്കെ വരുന്ന ആൾക്കാർക്ക് താമസിക്കാൻ അവരുടെ കുതിരകളെ താഴെ കെട്ടാൻ താമസിക്കാനുള്ള സ്ഥലം ഉണ്ടാവും. ഇത് നമ്മൾ ഉസ്ബെക്കിലൊക്കെ പോയ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരുപാട് ഐറ്റംസാണ് ഇത് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അവരുടെ ഇതൊക്കെ. പിന്നെ അവരിതൊരു മ്യൂസിയം ആക്കി മാറ്റിയതാണ് കേട്ടോ. ഇത് ആക്ച്വലി വുഡ് ഇതായിരുന്നു, പിന്നീട് അതൊരു എന്താ പറയുക വുഡ് മ്യൂസിയം എന്നാണ് പറയപ്പെടുന്നത്. ആക്ച്വലി കരവാൻ കർസായ ആയിരുന്നു. ഇസ്ലാമിക്കൽ ലിച്ചറൽ വുഡിൻ്റെ അതിന് തസ്ബീഹ് കാര്യങ്ങൾ, പണ്ടത്തെ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ. തസ്ബീഹ് നമുക്ക് വമ്പൻ തസ്ബീഹാണ് കിടക്കുന്ന അത്തിപ്പായത്തിന് കാര്യമുണ്ട്. ഒരുപാട് കാണാനുണ്ട് ഇവിടെ. ഈ പറഞ്ഞ പോലെ ഇത്രയധികം ഡീപ്പ് ഹിസ്റ്ററിയൊക്കെ താല്പര്യമുള്ളവർക്കുള്ളൂ. അതർവൈസ് ഇറ്റ്സ് നത്തിങ്. അതാണ് ഞാൻ പറഞ്ഞത്. താല്പര്യമുള്ള കയറാം, അല്ലെങ്കിൽ ജസ്റ്റ് മൂവ് ചെയ്തോളൂ എന്ന് പറഞ്ഞത്. താളിയോലകൾ, അന്ന് എഴുതി വെച്ചിരിക്കുന്ന എഴുത്തോലകൾ, ഇതിലൊക്കെ ആയിരുന്നല്ലോ പണ്ട് കുറുക്കില്. നമ്മൾ റൂഫ് ടോപ്പിലേക്ക് വന്നാണ് ഫെസ്സിൻ്റെ ഒരു വ്യൂ കാണാം. ഫെസ്സിൻ്റെ മേലെ ഈ സമയം കെട്ടിയിരിക്കുന്ന Hey, that's cheating. സോ നല്ല വ്യൂ ആണ് മൊത്തം ടെറസിൻ്റെ ഒക്കെ. ഞാൻ സ്ട്രീറ്റിലൂടെ ഒക്കെ നേരത്തെ വെറുതെ നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഈ ടൂറിന് വന്നപ്പോഴാണ് ഇവൻ പറഞ്ഞത് ഓരോന്നിനും ഓരോ കഥകളുണ്ട്. അതായത് പണ്ട് കാലത്ത് ഇതാണ് അവരുടെ വിൻഡോസിന് മേലെ ഉണ്ടാവുക. അതായത് ജനാതിൽ ഇങ്ങനെ ഓപ്പൺ അല്ല, ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലേഡീസിനെ പുറത്തുനിന്ന് ആരും കാണരുത്, പക്ഷെ അവർക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് പ്രൈവസിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരുന്നത്. പല ടൈപ്പ് ഓഫ് വിൻഡോസാണ് കാണിക്കുന്നത്. അതുപോലെ ഇങ്ങനത്തെ ഡോർസ് ഉണ്ട്, വലിയ ഡോർസ്. ഇതിലും അവനൊരു ഹിസ്റ്ററി പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവും, ഒന്ന് ചെറുതും ഒന്ന് വലുതോ. അപ്പോൾ സ്വന്തം വീട്ടിൽ ആരെങ്കിലാണ് വന്നെങ്കിൽ അവർ ചെറുത് വെച്ചിട്ട് ഇങ്ങനെ മുട്ടും. അപ്പോൾ ഉള്ളിലുള്ള ആൾക്കാർക്ക് അറിയാം അവർ തലേ തട്ടൊന്നും ഇടാണ്ട് വന്നാൽ മതി. ഇസ്ലാമിക് കൾച്ചറിൻ്റെ ഒരു തരി പറയുന്നതാണ്. വലുതാണ് മുട്ടുന്നതെങ്കിൽ പുറത്തുനിന്ന് ഗസ്റ്റാണ് വന്നത്, സോ ബി പ്രിപ്പയർഡ് എന്നുള്ളൊരു ഇതും കൂടി ഉണ്ടാവും. പിന്നെ വേറൊരു ഡോർ ഉണ്ട്, ഞാൻ പുറത്ത് വരുമ്പോൾ കാണിച്ചത്. അതായത് താഴെ ഒരു ഇതുണ്ട് തുറക്കാനുള്ളതുണ്ട്, മേലെ ഉണ്ടാവും. അതായത് കുതിരപ്പുറത്തോ കഴുതപ്പുറത്തൊക്കെയാണ് വരുന്നത്, കുറച്ച് ഹൈറ്റിലാണല്ലോ ഇരിക്കുക. അപ്പോൾ അവർക്ക് ഇതങ്ങ് തുറന്നോട് ഉള്ളോട് കയറാൻ വേണ്ടിയിട്ട്, മറ്റേതാണെങ്കിൽ താഴേന്ന് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കൾച്ചർ ഇവർക്കുണ്ട് ഇപ്പോഴും. അതൊക്കെ ഡോർസിൽ കാണാൻ പറ്റും. സോ ജസ്റ്റ് നമ്മൾ ഫോട്ടോസോ വീഡിയോസോ റീൽസൊക്കെ ഇടുന്ന് നടക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ ട്രഡീഷൻ എന്താണെന്നും എന്താണ് ഇവരുടെ ഒരു ഒറിജിനാലിറ്റി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഇങ്ങനത്തെ ഒക്കെ ഒരു യാത്ര കൊണ്ട് നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന ഒരു കാര്യം. സോ ഐ എം ഗ്ലാഡ് ഈ ടൂർ ബുക്ക് ചെയ്ത് വളരെ നന്നായി. ഏകദേശം ഒരു 10-60 ദിറംസാവും. പക്ഷേ എനിക്ക് തോന്നുന്നത് ബെറ്റർ ആയെന്ന് തോന്നിട്ടോ. ആപ്ലിക്കേഷൻ പേര് ഗുരു വാക്ക്. എല്ലാ കൺട്രീസിലുണ്ട്, ഓൾമോസ്റ്റ് എവറി കൺട്രീസിൽ ഇത് കാണിക്കുന്നുണ്ട്. അതിങ്ങനെ വെച്ചത് തന്നെ നമ്മളൊന്ന് തല കുനിച്ച് ബഹുമാനിച്ച് കയറാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. ഫെസ്സിൻ്റെ ഫൗണ്ടറായിട്ടുള്ള മൗലാന ഇദ്രീസ് സെക്കൻഡിനെ കാണാൻ വേണ്ടിയിട്ട്, സെക്കൻഡ് എന്ന് പറഞ്ഞ ആളുടെ ഒരു ടോമ്പുണ്ട് അവിടെ, അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വഴിയോടിക്കും മൊത്തം ഷോപ്പാണ് കേട്ടോ. ഞാനിപ്പോഴാണ് മനസ്സിലാക്കി, ഞാൻ നേരത്തെ വന്നത് ഈ റൂട്ടിൽ കൂടെ ആയിരുന്നു എന്നുള്ളത്. അപ്പം മൂപ്പരുടെ ആ സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഭയങ്കര എക്സ്പ്ലനേഷൻ ഉണ്ട്, എന്നാൽ അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ ചെയ്യും. Maybe, guys, the big candle is for a big wish. Okay, here you can see like all the incense that he was talking about, like oud, rosemary powder, and different stuff. And also you can see some shops selling the nougat in boxes right there. മൗലാന ഇദ്രീസ് 2 ഇദ്ദേഹം അറിയപ്പെടുന്നത് ഫെസ്സിൻ്റെ യഥാർത്ഥ സ്ഥാപകനായിട്ടാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഇദ്രീസ് 1 ഈ സ്ഥാപിച്ചതെങ്കിലും ഇതിനെ ഒരു വലിയ രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തതിൻ്റെ പിന്നിൽ ഇദ്രീസ് 2 ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മക്ബറയാണ് ഇത്. ഫെസ്സിൻ്റെ ഈ സൂക്കുകളുടെ നടുവിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കയറി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ടൂറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തി അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞു തന്നു. അപ്പോൾ അയാളുടെ ഒരു മരണവും കാര്യങ്ങളൊക്കെ കുറച്ച് വിവാദപരമായ സംഭവങ്ങളായിരുന്നു. ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കൊന്നാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലം ആളുകളൊന്നും ഒരു പുണ്യ സ്ഥലമായിട്ട് കാണുകയും ഇതിൻ്റെ അകത്ത് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുമുണ്ട്. അറ്റാരിൻ മദ്രസ ഈ ഫെസ് സൂക്കിനുള്ളിൽ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ടവും പ്രശസ്തമായ ഒരു ഇസ്ലാമിക വിദ്യാഭ്യാസ കേന്ദ്രമാണ് അറ്റാരിൻ മദ്രസ. 14ാം നൂറ്റാണ്ടിൽ അന്നത്തെ മാരണീത് ഭരണാധികാരിയായിരുന്ന സുൽത്താൻ അബു സയ്യിദ് ഉസ്മാൻ രണ്ടാമൻ്റെ കാലത്താണ് ഇത് പണിതത്. കരവയ്യൻ യൂണിവേഴ്സിറ്റിയുടെയും കരവയ്യൻ പള്ളിക്കും സമീപത്ത് തന്നെയാണ് ഈ ഒരു മദ്രസ സ്ഥിതി ചെയ്യുന്നത്. ഖുർആൻ പഠിക്കാനും ഇസ്ലാമിക നിയമം അറബി ഭാഷയൊക്കെ പഠിക്കാൻ വേണ്ടി പല രാജ്യത്തുമുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പണ്ടുകാലത്ത് താമസിച്ചായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനകത്തുള്ള ടൈൽ വർക്കും മരപ്പണികളും പ്ലാസ്റ്റർ അലങ്കാരവും ഒക്കെ മൊറോക്കൻ പരമ്പരാഗത ശില്പകലയെ വ്യക്തമായിട്ട് കാണിക്കുന്നതാണ്.
വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ മദ്രസയുടെ അകത്ത് ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ വർക്ക്. ഇതിൻ്റെ ഒന്നാം നിലയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മൊറോക്കോയിലെ പഴയ വിദ്യാഭ്യാസ സംവിധാനവും ശില്പകലയും അടുത്തറിയാൻ പ്രധാന സ്ഥലങ്ങളിലൊന്ന് തന്നെയാണ് ഈ അറ്റാരിൻ മദ്രസ. Okay, guys, you see why? Because the way how we write it, it's help us. Because it's Kufi calligraphies, it's including vowels, tones, stops. You need to study in Kufi calligraphies to become very good in it. Okay? So, guys, I would like to show you the mosque inside. Follow me. Then you have a chance to take pictures as soon as the place is still empty. Okay? Follow me, please. Canary, right? Yeah, we're going to the tent. I see. So this is the mix of This is the most famous Moroccan pastry. We call it the corn of a gazelle, corn de gazelle. If you have if you get invite to maybe like a house, this is like the way how people show hospitality. They welcome you with giving you this corn of a gazelle with a mint tea. This is like, but the most famous Moroccan pastry is that. അടുത്ത നമ്മളൊരു സ്റ്റോപ്പായിട്ട് വന്നത് ഹാൻഡിക്രാഫ്റ്റ്സ് ആണ്. നെയ്ത്ത് ശാലയും കാര്യങ്ങളൊക്കെ നമുക്ക്. This is very famous for the handicrafts. Just wait temporary. محمد كسكس انا افيدا زين In the city. This is old man right there in the corner, which is a very famous for us as locals, is making the best tea in the city. Because he put like 10 different type of mint in one glass of tea. But he was not, you see now I want a tea and coffee. That's the best spot where you can have a tea. The stairs and then left. Okay? ഒരു Yes, ma'am, go ahead. അറിയോ സ്മെല്ല് ചെയ്യാനുള്ള കാരണം ടാനറിയിൽ തുണി അലക്കുന്നതിന്റെ സ്മെല്ല് പറഞ്ഞാൽ ഹെവിയാണ്. അലക്കുശാലാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതർവൈസ് നോസ് ബ്ലോക്ക് എന്നാണ് പറയുന്നത്. Let's see. Ce que nous utilisons, c'est des produits naturels, pas de produits chimiques. ഇവിടെ ഫസ്റ്റ് പ്രോസസ് നടക്കുന്ന സ്ഥലം കേട്ടോ. അമ്മാതിരി സ്മെല്ല് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി സ്മെല്ല് നിൽക്കാൻ പറ്റില്ല. ഇഷ്ട എന്നിട്ട് ഈ സാധനം മണത്തോണ്ട് നടക്കണം. ഓ സീനിഷ്ട. And a color, 5 color, and they mix the color. And every week make 2-3 color. Red poppy flower, brown cedarwood, orange henna. ഇതാണ് മോനെ ലെജൻഡറി ആ ഫോട്ടോ. ആ മക്കളെ ഇത് ലെതർ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. അതിന് മിൻറ്റിന് എത്ര സ്മെല്ലുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പം അവിടുന്ന് പറഞ്ഞ ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഇവിടെ കൊണ്ടുവന്നുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് കാണാതൊക്കെ ഷോപ്പുകളാണ് കേട്ടോ. ഒക്കെ ലെതറിൻ്റെ ഷോപ്പുകളാണ്. ഓരോ ഷോപ്പിൽ കൂടെ കയറി നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഒരു കൊണ്ടുവരുന്നവർക്കൊരു കമ്മീഷൻ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മളിവിടെ കയറി കാണുമ്പോൾ ചിലപ്പോൾ ഒരു പൈസ ഒക്കെ ചോദിക്കും ഓരോ ഷോപ്പിൽ നിന്ന് കാണുന്നതിന്. ആ വഴിയിലൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തിയാൽ നമുക്ക് കാണാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കുറച്ചുകൂടി ക്ലോസർ ആയിട്ട്. ബട്ട് ദിസ് ഇസ് ബെറ്റർ, കാരണം നമുക്ക് ഓൾറെഡി ഈ ടൂറിൻ്റെ ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കാണാനില്ല. ഉണ്ടോ ഈ ഏരിയ തന്നെ ഫുൾ സ്മെല്ലിൽ കുളിച്ച് കിടക്കാൻ ഇഷ്ടം. അതെങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ പ്രോസസ്സ് ചെയ്യുന്നത്? ഇതൊക്കെ അതിൻ്റെ പല പല പ്രോസസ്സുകളാട്ടോ. അവിടെ ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് അത് ഉണക്കാനിട്ടിട്ടുണ്ട്. ഓ എൻ്റെ മോനെ, ഇതിൻ്റെയൊക്കെ സെർഫ് കൂടെ നടന്ന് കളിച്ച ആൾക്കാർ. പിന്നെ അവിടെ ഇട്ട് കളർ മിക്സ് ചെയ്യുന്നത് പല കളർ കാണാൻ പറ്റും വീഡിയോസിൽ. എത്രത്തോളം അത് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പല പല കളേഴ്സ് അവിടെ ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ടോ. അവിടെ നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് അത് കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ്. നമ്മൾ ഏകദേശം ലാസ്റ്റ് ടൈം തോന്നുന്നു 5 മണിയായി. റിയാക്ഷൻ Okay, close one side. Okay, 1, 2, 3. Very good. Okay, other side. Don't get high, okay? I told you, don't get high. You wanna try, That's right? fine. Yes, please. Let's go. It's at first it's very strong, and you can feel it like all over your head and even into your throat. I can feel here in my eyes. Your eyes too? Okay. ബ്ലാക്ക് സീഡ് യൂക്കാലിപ്സിൻ നനച്ച തുണിയിലിട്ടിട്ട് ബ്ലാക്ക് സീഡ് അതിൽ പൊതിഞ്ഞിട്ട് തന്നാണ് സ്മെൽ ചെയ്യാൻ വേണ്ടിയിട്ട്, മൂക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഒരു പെർഫ്യൂം ഷോപ്പിലും കൂടി കൊണ്ടുവന്നതാണ്. അവിടുത്തെ സ്മെല്ല് മാറാന്ന് പറഞ്ഞിട്ട് ഇതൊരു നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം അങ്ങനെയുള്ള. ഇത് കഴിഞ്ഞ് നമ്മൾ ടൂർ അവസാനിച്ചു. ഓക്കെ, Take care. Bye bye.
അൽ ഖറവിയ്യൻ മോസ്ക് ആൻഡ് യൂണിവേഴ്സിറ്റി. ഫെസിൻ്റെ ചരിത്രത്തിൽ മാത്രമല്ല ലോക ചരിത്രത്തിൽ തന്നെ ഇടം നേടിയതാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി. ഈ ഒരു സൂക്കിനുള്ളിലുള്ള ഏറ്റവും ഓൾഡും ഏറ്റവും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് ഈ ഒരു മോസ്കും യൂണിവേഴ്സിറ്റിയും. ലോകത്തിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഫാത്തിമ അൽ ഹിഫ്രി എന്ന ടുണീഷ്യക്കാരിയാണ് ഇവിടേക്ക് താമസം മാറി മൊറോക്കോയിൽ ഈ ഒരു ഫെസിൽ ഈ ഒരു സ്ഥാനം സ്ഥാപിക്കുന്നത്. ആദ്യ കാലഘട്ടത്തിൽ ഇതൊരു വെറും പള്ളിയും ഒരു മദ്രസ പഠനമായിരുന്നു. പിന്നീട് ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും ഖുറാനും എല്ലാം പഠിപ്പിക്കുന്ന ഒരു വലിയ യൂണിവേഴ്സിറ്റിയായി മാറുകയായിരുന്നു. ഇന്നും ഈ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഇന്നും പഠിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. യൂണിവേഴ്സിറ്റിയിലേക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണെങ്കിലും പള്ളികളിൽ പ്രാർത്ഥനാ സമയങ്ങളിൽ നമുക്ക് ഇവിടെ പള്ളിയിൽ കയറി വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പല വഴികളിലൂടെ എൻട്രൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് അവിടെ ഉണ്ട്. അങ്ങനെ 16 എൻട്രൻസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല രസമുണ്ട് വൈകുന്നേരം ഇവിടെ വന്ന് ഇരിക്കാൻ കേട്ടോ. ഇവിടെ നിന്ന് ആൾക്കാർ വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അൽ ഖറവിയ്യൻ യൂണിവേഴ്സിറ്റി പറഞ്ഞാൽ അത്രയും ഫേമസ് ആണ്. ആദ്യത്തെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ പള്ളിയുണ്ട്. യൂണിവേഴ്സിറ്റിയിലേക്ക് ആർക്കും എൻട്രൻസ് ഇല്ല, പള്ളിയിലേക്ക് മാത്രമുള്ള എൻട്രൻസ് ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ യാത്രകളിലൊക്കെ അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പഠിച്ചിട്ടു. ഐ മീൻ ഒരു ട്രഡീഷണൽ എന്താണെന്ന് തപ്പി കണ്ടുപിടിച്ച് കഴിക്കുക. പേരൊന്നും ഓർക്കുന്നുണ്ടെങ്കിലും എല്ലാം ടേസ്റ്റ് ചെയ്തൊക്കെ നല്ല ഫുഡ് കേട്ടോ. നല്ല ബ്രെഡ്, ഇത് കുറച്ച് സ്വീറ്റാണ്, ഓറഞ്ചിൻ്റെ എന്തോ സൈറ്റാണ്. ഇതിൻ്റെയൊക്കെ പേര് ഒരു ലോക്കൽ പറഞ്ഞ് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ബട്ട് ഇത് സോ ഗുഡ്. സൂപ്പൊക്കെ അടിപൊളി. സൂപ്പൊക്കെ എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ? ഇപ്പോൾ സാധനം കേട്ടോ. ഫസ്റ്റിൽ വരട്ടെ, ഫസ്റ്റിലൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇത് എൻ്റെ ഹോസ്റ്റലിന് റെക്കമെൻഡേഷൻ കിട്ടി വന്നുകൊണ്ട് ഹോസ്റ്റലിൻ്റെ പേര് പറഞ്ഞപ്പോൾ അയാളെ വക എന്തോ കുറച്ച് ഐറ്റംസ് ഫ്രീ ഒക്കെ ആയിട്ട് തന്നതാണ്. 130 അങ്ങനെ വരേണ്ട 100 തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. നോക്കട്ടെ, വെള്ളമൊക്കെ വന്നിട്ട് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട്. സാധനങ്ങളാണ് ഇതിനകത്ത് നല്ല അതൊക്കെ ഇട്ടിട്ട് സെറ്റാണ്. ഫസ്റ്റില ബൈ ബൈ. Your name? Mohammed. Mohammed. Restaurant launch first. Launch restaurant first launch. Good First food, good service, and good price. Good price. Welcome. Show my video. He will give you gift. Thank you very much. Shukran. Salama. നല്ല തന്നെയാണ്. അതിന് അത്യാവശ്യം എനിക്ക് എന്താ പറയാ, മറ്റേ ഇതൊക്കെ തന്നു. അതിന്റെ കൂടെ ഒരു ചെറിയ സ്വീറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വന്ന് കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി നേരെ ഹോസ്റ്റൽ പിടിക്കാൻ കേട്ടോ. ഹോസ്റ്റലിലേക്ക് എത്താനുള്ള വഴികളും കാര്യങ്ങളൊക്കെ അവിടെ എപ്പോഴും സൂക്ഷിച്ച് വെക്കുക, ഇല്ലെങ്കിൽ തട്ടം തിരിഞ്ഞു പോകുന്നുള്ളൂ, വേറെ രക്ഷയില്ല. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിരിക്കുന്നു. പക്ഷെ ഞാൻ ഭാഗ്യത്തിന് ഫെസിലേക്ക് ഇറങ്ങിയില്ല കേട്ടോ. എല്ലാവരും ഫെസിൽ ഗെറ്റ് ലോസ്റ്റ് ഇൻ മദീന എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇറങ്ങിയില്ല. അപ്പോൾ നമ്മളിന്ന് രാവിലെ 2 ദിവസം ക്ഷീണം നല്ലോണം ഉറങ്ങി. അത് കഴിഞ്ഞ് രാവിലെ വന്നതിന് ശേഷം നമ്മൾ പിന്നെ ഒന്ന് പുറത്തൊക്കെ പോയി റെയിൻബോ സ്ട്രീറ്റ് അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഗുരുവായൂർ ടൂർ എടുത്തിരുന്നു. നല്ല ടൂറാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് അതിൻ്റെ അന്ന് കിട്ടി. ഇതിൻ്റെ അവിടെയുള്ള ട്രഡീഷനും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ലൈഫ് എന്നൊക്കെ മനസ്സിലായി. സ്ഥലങ്ങളൊക്കെ കണ്ടു. കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ഫുഡ് കഴിക്കാൻ പോയി. ലോഞ്ച് ഫസ്റ്റിന്ന് ഫെസ്റ്റില കഴിച്ചു. തിരിച്ച് നമ്മൾ റൂമിലെത്തി. നാളെ നമ്മൾ ഡെസേർട്ടിലേക്ക് ടൂർ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയിപ്പോൾ അധികമൊന്നുമില്ല, പദ്ധതി കടന്നുറങ്ങണം. നാളെ രാവിലെ 7 നമുക്ക് പോകാനുള്ളതാണ്. അതുകൊണ്ട് രാവിലത്തേക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. സോ ബൈ ബൈ.